അങ്ങയുടെ പെൺമക്കളോട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ലോകത്തുള്ള സർവ മുസ്ലിങ്ങളോടും മുസ്ലിം പെൺമക്കളോടും പറഞ്ഞു കൊടുക്കണം, യുദിനീന അലൈഹിന്ന മിൻ ജലാബിഹിൻ, അവരുടെ മേൽവസ്ത്രം താഴ്ത്തിയിടാൻ, ശരീരം മറച്ചു നടക്കാൻ പറയണേ നബിയേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. കേവലം റസൂലുള്ളാഹിന്റെ കുടുംബത്തെ മാത്രം പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മഹദിയായ ഖദീജ ബീവിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഹഫ്സ ബീവിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ആയിഷ ബീവിയിൽ ഒതുങ്ങുന്നതല്ല, സഫിയ ബീവിയിൽ ഒതുങ്ങുന്നതല്ല, സൈനബ് ബിൻത് ഹുസൈമ എന്നവരിൽ ഒതുങ്ങുന്നതല്ല, സൈനബ് ബിൻത് ജഹ്ഷ് എന്നവരിൽ ഒതുങ്ങുന്നതല്ല, ഉമ്മു സലമ എന്നവരിൽ ഒതുങ്ങുന്നതല്ല, ഉമ്മു ഹബീബ എന്നവരിൽ ഒതുങ്ങുന്നതല്ല, മൈമൂന ബീവിയിൽ ഒതുങ്ങുന്നതല്ല, മഹദിയായ ജുവൈരിയ ബീവിയിൽ ഒതുങ്ങുന്നതല്ല. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ബാധകമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഫാത്തിമ ബീവിക്ക് മാത്രം ബാധകമല്ല, മഹദിയായ ഖദീജ ബീവിക്ക് മാത്രം ബാധകമല്ല, റുഖിയ ബീവിക്ക് മാത്രം ബാധകമല്ല, സൈനബ് ബീവിക്ക് മാത്രം ബാധകമല്ല. പ്രിയപ്പെട്ട വിഴിഞ്ഞത്ത് ഒരുമിച്ച് കൂടിയ ഉമ്മ, എനിക്കും ബാധകമാണ്, എന്റെ വീട്ടിലുള്ള ഉമ്മ പെങ്ങന്മാർക്ക് ബാധകമാണ്, നിങ്ങളുടെ പെൺമക്കൾക്കും ബാധകമാണ്. പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളുടെ ഭാര്യമാർക്കും ബാധകമാണ്. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ലോകത്തുള്ള മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടുമുള്ള കൽപ്പനയാണ്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അല്ലാഹുവേ, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണേ. ദീനീ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നമുക്ക് ഖബറിൽ സുന്ദരമായി ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാഹുവിന്റെ ഖബറിൽ പോയി കിടക്കേണ്ട ഉമ്മ, നോക്കൂ നിങ്ങൾ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഒരു കഥ കാണാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ഒരു ഖബറിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോ ആ ഖബറാളി വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ആ ഖബറ് തീയാൽ കത്തിയെരിയുകയാണ്. ആ ഖബറിലെ മനുഷ്യൻ വെന്തുരുകുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞ് അതേ ഖബറിന്റെ അടുക്കലൂടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ആ ഖബർ സ്വർഗീയമായ പൂന്തോപ്പാൻ, സ്വർഗീയമായ പരിമളമാണ്, സ്വർഗീയമായ ഉടയാടകൾ, സ്വർഗീയമായ അന്നപാനീയങ്ങൾ. അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച തമ്പുരാനോട് ചോദിച്ചു, അല്ലാ, ഞാൻ മുമ്പ് ഇതുവഴി പോകുമ്പോ ഇയാളുടെ ഖബർ തീയായിരുന്നല്ലോ, എന്തേ ഇപ്പൊ ഇയാളുടെ ഖബർ സ്വർഗമാകാൻ കാരണം? ആ സമയത്ത് അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിൽ ഇൽഹാമായി ഇട്ടുകൊടുക്കുന്നത്, അയാളുടെ ഭാര്യ അയാളെ മരിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ മനുഷ്യൻ വല്ലാത്ത കള്ളുകുടിയനാണ്. ആ മനുഷ്യൻ കള്ളുകുടിയനായത് കൊണ്ടാണ് അയാളുടെ ഖബർ അല്ലാഹു തീയാൽ നിറച്ചത്. എന്നാൽ അദ്ദേഹത്തിനൊരു കുഞ്ഞുമോനുണ്ട്. ആ പൊന്നുമോൻ ഇൽമു പഠിക്കാൻ വേണ്ടി ഉമ്മ ഒരു ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി. ആ പൊന്നുമോൻ അല്ലാഹുവിന്റെ നാമം പറഞ്ഞ് ഇൽമു പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആ വാപ്പാന്റെ ഖബറിടം അല്ലാഹു സ്വർഗീയമാക്കി. പടച്ച റബ്ബേ, ഇവിടെ പറയുന്ന ഓരോ ഇൽമിന്റെ ഹറക്കാറ്റുകളുടെ ബറക്കാറ്റുകൾ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങളിൽ നീ സ്വർഗീയമായി എത്തിക്കണേ അല്ലാ. ഇതിന്റെ ഉപ്പാന്റെ ഖബറിടത്തിൽ നീ വിശാലമാക്കണേ അല്ലാ. ഈ പറയുന്ന ഓരോ ഹറക്കാറ്റുകളും ആ ഖബറിൽ നീ വെളിച്ചമാക്കണം അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടി അവരുടെ അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണം അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, മക്കളെ ദീനീ ബോധത്തിലേക്ക് വളർത്തണേ. നല്ല ബോധത്തിൽ മക്കളെ പരിപാലിക്കാൻ പ്രിയപ്പെട്ട ഉമ്മമാര് തയ്യാറാകണം. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എങ്ങനെയാണ് മക്കളെ അദബ് പഠിപ്പിക്കേണ്ടത്, നല്ല രീതിയിൽ ദീനീ ചിട്ടയോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ, പരിശുദ്ധനായ തമ്പുരാന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ പ്രിയപ്പെട്ട ഉമ്മമാര് തയ്യാറാകണം. മക്കളെ അതുപോലെ വളർത്തും വേണം. അങ്ങനെയാണ് ദീനീ ബോധത്തോടെ വളർത്തേണ്ടത്. ഇപ്പൊ 2 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. കുഞ്ഞ് ജനിച്ചത് മുതൽ 7 വയസ്സ് വരെ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറഞ്ഞു. തമാശകളിലൂടെ കുട്ടിയെപ്പോലെ പെരുമാറി അവൻ്റെ ഉള്ളിലേക്ക് തൗഹീദിന്റെ മധുരമന്ത്രങ്ങൾ ഇട്ടുകൊടുക്കണം. 2ാമത്തെ സ്റ്റേജ് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ മക്കളെ പരിപാലിക്കേണ്ടത് അദബ് പഠിപ്പിച്ചുകൊണ്ടാണ്. അപ്പോ തിന്മകൾ തെറ്റുകൾ ചെയ്യണ കണ്ടാൽ തിരുത്തണം, വേണ്ടി വന്നാൽ ശബ്ദമുയർത്തണം, വേണ്ടി വന്നാൽ അടിക്കണം. നമ്മുടെ ഉമ്മമാരെ വേറെന്തിനൊക്കെ അടിക്കുക, നിസ്കാരം ഒഴിവാക്കേണ്ട പേരിൽ ഒരു ഉമ്മയും ഒരു മോനും തല്ലിയിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. നമുക്കതൊക്കെ നിസ്സാരല്ലേ, ഗൗരവ വിഷയമാണ്. വിഷയം ഗൗരവമാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ. ഞാൻ ഏതായാലും അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ 3ാമത്തെ ഘട്ടം പ്രസംഗം തുടങ്ങി 1.5 മണിക്കൂർ പിന്നിടുന്നു. 3ാമത്തെ ഘട്ടം സ്വാഹിബുഹും സബഅൻ, 14 വയസ്സ് കഴിഞ്ഞ് 21 വയസ്സ് വരെ അടുത്ത 7 വർഷം 14 വയസ്സ് കഴിഞ്ഞ മക്കളോട് പെരുമാറേണ്ടത് ഫ്രണ്ട്ലി ആയിട്ടാണ്. സ്വാഹിബുഹും സബഅൻ, അവരുടെ കൂട്ടുകാരനെ പോലെ വാപ്പ പെരുമാറണം, അവരുടെ കൂട്ടുകാരനെ പോലെ ഉമ്മ പെരുമാറണം, അവരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. സ്കൂളിലെയും മദ്രസയിലും വിശേഷങ്ങൾ ചോദിക്കണം. അവരുടെ വീട്ടിലെ മക്കൾക്ക് തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാവണം. ഈ ഒരു ഘട്ടത്തിലാണ് വാപ്പയും മക്കളും ശത്രുക്കളാണ്. ഈ ഒരു അവസ്ഥയിലാണ് വാപ്പയും മക്കളും ശത്രുക്കളാണ്. 14 വയസ്സ് കഴിഞ്ഞ മക്കളോട് അങ്ങോട്ട് കടിച്ചു കയറാൻ നിൽക്കും. മക്കള് ഹോർമോൺസ് ഒക്കെ ചേഞ്ച് ആണ് പ്രായമല്ലേ, സയന്റിഫിക്കലി പറഞ്ഞാൽ ടീനേജല്ലേ മക്കളുടെ, സയന്റിഫിക്കലി പറഞ്ഞാൽ കുട്ടികളുടെ ഹോർമോൺ ചേഞ്ചസിന്റെ പ്രായമാണ്. അവരുടെ വ്യക്തിത്വം അവർ രൂപീകരിച്ചെടുക്കുന്ന പ്രായമാണ്. അവരുടെ സെൽഫ് റിയലൈസേഷന്റെ പ്രായമാണ്. അവരും ഒരു വ്യക്തിയാണെന്ന് അവർക്ക് തോന്നുന്ന സമയത്താണ്. ആ സമയത്ത് അവരങ്ങ് കടിച്ചു കയറാൻ നിൽക്കണം. അവർ 3 ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് കടിച്ചു കയറും. പിന്നെ വാപ്പ പറയുന്നത് മൈൻഡ് ആക്കൂല. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വാപ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ ആളെ പേരൊന്നും പറയണില്ല, നമ്മളൊരു ബന്ധുവൊക്കെയാണ്. ഏതായാലും ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, മൂത്ത മോൻ എവിടെയാണ്? പറഞ്ഞു എനിക്കറിയില്ല. ഞാൻ പഠിച്ചോ ഇയാൾക്ക് അറിയില്ലേ മൂത്ത മോനെ പറ്റി? പിന്നെ ഞാൻ ഒന്നും ചോദിക്കാൻ പോയില്ല. ഏതായാലും വാപ്പായും മോനും നല്ല സ്വരത്തിലാന്ന് മനസ്സിലായി. നല്ല സ്വരത്തിലാ വാപ്പായും മോൻ ആ സമയത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പൻ എന്നോട് പറഞ്ഞു, അവൻ എന്നോടിപ്പോൾ സംസാരിക്കാറൊന്നുമില്ല. പിന്നെ എൻ്റെ ഭാര്യ പറഞ്ഞു അവൻ എവിടെയോ ടൂറ് പോയിരിക്കുകയാണ്. മോന് ടൂറ് പോയ കാര്യം വാപ്പ അറിഞ്ഞിട്ടില്ല. വാപ്പ അറിയുന്നത് ഉമ്മ വഴിയാണ്. കാരണം എന്താ, വാപ്പയും മോനും സംസാരിക്കണില്ല വീട്ടില്. കാരണം വാപ്പാരെ തർബീയത്ത് ആ കോലത്തിലാണ്. ആ മോന് 15 വയസ്സിന് ശേഷം വാപ്പ ഇങ്ങനെ നിരന്തരമായി ടോർച്ചറിങ് ഉപദേശമാണെന്ന് പിന്നീട് അന്വേഷിച്ച് മനസ്സിലായത്. ഏതായാലും വാപ്പയും മക്കളും തെറ്റുന്ന പ്രായതാണ്. ചെറുപ്പകാലത്തില് വാപ്പ കുഞ്ഞു മക്കൾക്ക് ഹീറോയായിരുന്നു. ഈ പ്രായത്തുമ്പോൾ വാപ്പമാര് വില്ലന്മാരാവും. കാരണം ഇത് തർബീയത്ത് റെഡി ആയിട്ടില്ല. മക്കളോട് ആ പ്രായത്തിൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം. നമ്മളെ മലയാളത്തിൽ വരുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, തന്നോളെത്തിയാൽ താനെന്ന് വിളിക്കണം. അത് തന്നെ കാര്യം, അത് തന്നെ. തന്നോളെത്തിയാൽ താനെന്ന് വിളിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, 14 വയസ്സ് കഴിഞ്ഞാൽ മക്കളോട് പെരുമാറേണ്ടത് അവരുടെ ഒരു കൂട്ടുകാരനെ പോലെയാണ്, അവരുടെ ഒരു സുഹൃത്തിനെ പോലെ പെരുമാറണം. അപ്പോൾ കുട്ടി വീട്ടിലെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തരും, മദ്രസയിലെ വിശേഷങ്ങളൊക്കെ പറയും. വീട്ടിൽ സംസാരിക്കാൻ മക്കൾക്ക് ആളില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് കൂട്ടുകൂടാൻ ആളില്ലാത്തത് കൊണ്ടാണ് കണ്ടവൻ കൈയും കാലും കാണിക്കുമ്പോൾ അങ്ങോട്ട് പോണത്. കോടതി വരാന്തകളിലൂടെ എത്ര ഉമ്മമാരാണ് കണ്ണീരൊഴുക്കി ഇറങ്ങുന്നത്. അവിടെ മതമൊന്നും വിഷയമല്ലല്ലോ. ഈ സാധനം തലയ്ക്ക് കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ.
പ്രണയത്തിന് കണ്ണുമില്ല കയ്യുമില്ല കാതുമില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. പിന്നെ കയ്യും കാണൂല കേട്ടോ. അവന്മാരെ കൂടെ പോയാൽ വല്ല ഡ്രൈവർ ട്രാക്കിലുണ്ടോ, കണ്ണുണ്ടാവില്ല കാതുണ്ടാവില്ല, പലയിടത്തും തപ്പിയെടുക്കുന്നുണ്ടാവും. അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ. പിന്നെ അള്ളാഹയെ കുറിച്ചുള്ള ചിന്തയില്ല, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയില്ല. എന്തിന് 10-20 കൊല്ലം വളർത്തിയ വാപ്പായും വേണ്ട ഉമ്മയും വേണ്ട. കാരണം എന്താ? വീട്ടിലെ മക്കൾ ആ കോലത്തിൽ വളർത്തണം. 14 വയസ്സ് കഴിഞ്ഞാൽ മക്കളോട് നല്ല സൗഹൃദപരമായി സംസാരിക്കണമെന്നാണ്. അങ്ങനെയാണ് വളർത്തേണ്ടത്. ക്യാമ്പസുകളിലെ അവസ്ഥകൾ മനസ്സിലാക്കി പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളുടെ സൗഹൃദ വലയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചതിക്കുന്നു സ്നേഹിതൻ എന്നു കണ്ടാൽ പിന്നെ ചതിക്കുന്ന നായ അതിലുത്തമം ചതിക്കാത്ത നായ പൊന്നെ. ചതിക്കുന്ന സ്നേഹിതന്മാർ ഉണ്ടായ പ്രശ്നമാണ്. നമ്മളെ കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ മനസ്സിലാക്കണം. അല്ലാഹുവേ, നമ്മുടെ മക്കളെ നീ സംരക്ഷിക്കണേ അല്ലാ, നമ്മളെ മക്കളെ നീ സംരക്ഷിക്കണേ അല്ലാ. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ അല്ലാഹു നമ്മുടെ നമ്മളെയൊക്കെ മക്കളെ വളർത്തിയെടുക്കാൻ പറഞ്ഞത്? നാളെ ഖബറിൽ നമുക്ക് ഉപകാരപ്പെടുന്നതേ മക്കളാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖബറിൽ ഉപകാരപ്പെടുന്നത് 3 വസ്തുക്കളാണ്. ഒന്ന് അമലുൻ സാലിഹുൻ, അവൻ ചെയ്ത നല്ല പ്രവർത്തനങ്ങളാണ്. റബീഉൽ അവ്വലെത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഓതിയ മൗലിദുകളാണ്. ഇൽമി സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ വന്ന് സജീവമായിരുന്നതാണ്. പിന്നെയോ രണ്ടാമത്തത് സ്വദഖത്തുൻ ജാരിയയായ സ്വദഖയാണ്. പള്ളിക്ക് വേണ്ടി കൊടുത്തതാണ്, മദ്രസയ്ക്ക് വേണ്ടി കൊടുത്തതാണ്, ഇൽമി സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുത്തതാണ്. മൂന്നാമത്തത് ആരെന്നറിയുമോ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഈ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ്. അല്ലാ, എൻ്റെ ഉമ്മയാണല്ലോ റബ്ബേ ഈ ഖബറിൽ കിടക്കുന്നത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ എന്നെ താരാട്ട് പാട്ടി ഉറക്കിയവരാണ് അല്ലാ. 10 മാസം ഗർഭം ചുമന്നവരാണ് റബ്ബേ. വേദനകളുടെ മേൽ വേദന സഹിച്ചിട്ടാൻ ഖുർആനാണ് പറഞ്ഞത്. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, നാം മനുഷ്യകുലത്തോട് അവന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ വസിയ്യത്താൻ എന്ത്? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളുടെ കാര്യം നന്നായി ശ്രദ്ധിക്കണേ. കാരണം എന്താണ്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ച്, വിഷമങ്ങളുടെ മേൽ വിഷമം സഹിച്ച്, ദുഃഖങ്ങളുടെ മേൽ ദുഃഖം സഹിച്ച്, വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും രോദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തിട്ടാണ് ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെ 10 മാസം ഗർഭം ചുമക്കുന്നത്. 2 വർഷക്കാലം അവന്റെ ഞരമ്പുകളിലൂടെ ഓടി നടന്നത് ഉമ്മാന്റെ അമ്മിന്റെ പാലിന്റെ മാധുര്യമാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, അനിഷ്കുർനീ, എനിക്ക് നീ ശുക്ർ ചെയ്യണേ. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണേ. ഇലയ്യൽ മസീർ, നിന്റെ മടക്കം എന്നിലേക്കാണ്. ആ ബോധം മക്കൾക്കുണ്ടാവണം. അങ്ങനെ ഖബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യുന്ന മക്കളാണ് നാളെ ഒരു മനുഷ്യന് ഖബറിൽ ഉപകാരപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖബറിൽ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്തെന്നറിയുമോ? നീന്തലറിയാത്ത ഒരാൾ വെള്ളത്തിൽ കിടന്ന് പിടയുന്നത് പോലെ ഒരു ഖബറിൽ കിടന്ന് പിടയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ ആശ്വാസം നൽകുന്നത് അദ്ദേഹത്തിന്റെ ഉറ്റവരും ഉടയവരും മക്കളും ചെയ്യുന്ന ദുആയാണെന്നാണ് മുഹമ്മദു മുസ്തഫ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിക്കോളി, സ്വലാത്ത് ചൊല്ലിക്കോളി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങളെ നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. മക്കളെയൊക്കെ വളർത്താൻ നന്നായി ശ്രദ്ധിച്ചോളി. കുറെ പണത്തിന് വേണ്ടിയും സ്വത്തിന് വേണ്ടി ഓടണ്ട. ഓടിക്കഴിഞ്ഞാലും മരിച്ചാല് ആകെ ഉണ്ടാവുക നല്ല തർബിയത്തും നല്ല പണികളും നല്ല പ്രവർത്തനങ്ങളും തന്നെ. നമ്മളെ സ്വന്തമായെന്ന് വിചാരിക്കുന്നതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പോവും. ഈ കെട്ടിയുണ്ടാക്കിയ കെട്ടിടങ്ങളും മണിമാളികകളും കൊട്ടാരങ്ങളും എല്ലാം പോവും. ഇദാ മാത ഇൻസാനുൻ ഫഖംസുൻ ലിഖംസതി ഫലഹ്മുൻ ലിദീദാനിൻ വഅളുമുൻ ലിതുർബതി വമാലുൻ ലിമുറാത്തിൻ വറൂഹുൻ ലിഖാബിളി വഅമലുൻ ലിമഗ്ലൂമിൻ ഖുദ്ഹാ ബിയഖ്ലതി. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തയ്യാറാക്കിയ ദിവസമുണ്ടല്ലോ. പ്രിയപ്പെട്ട ഉമ്മ, വിഴിഞ്ഞം കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ വാപ്പ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിലേക്ക് നമുക്ക് എഴുതപ്പെട്ട ദിവസമുണ്ടല്ലോ. ആ ദിവസം വന്നു കഴിഞ്ഞാൽ വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യന്റെ അജലെത്തി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്തിപ്പിക്കാൻ, ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ അല്ലാഹുവിന്റെ മാലാകമാരെ തയ്യാറല്ല. മലക്കുൽ മൗത്ത് എത്തിക്കഴിഞ്ഞാൽ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ റൂഹും പിടിച്ച് മലക്കുൽ മൗത്ത് യാത്രയായി കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ സ്വന്തമെന്ന് വിചാരിച്ച 5 വസ്തുക്കള് 5 വിഭാഗക്കാര് പങ്കിട്ടെടുക്കുകയാണ്. ഇദാ